friends, എല്ലാവർക്കും PSC tips and tricks സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സിന്റെ ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ മാത്സ് ബേസിക് മുതൽ പഠിച്ചു തുടങ്ങാനായിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിന്റെ ഒത്തിരി അധികം ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിന്റെ അടുത്തൊരു പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിശ്ര ഭിന്നങ്ങളാണ് പഠിച്ചത് അല്ലേ? മിശ്ര ഭിന്നത്തെ ഒരു സാധാരണ ഭിന്നസംഖ്യ ആക്കിയിട്ട് എങ്ങനെയാണ് എഴുതുക, ഒരു സാധാരണ ഭിന്നത്തെ എങ്ങനെയാണ് മിശ്ര ഭിന്നമാക്കുക, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മിശ്ര ഭിന്നങ്ങളുടെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് കൂട്ടുന്നതാണ് കേട്ടോ. മിശ്ര ഭിന്നങ്ങൾ എങ്ങനെയാണ് കൂട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. മിശ്ര ഭിന്നം എന്ന് പറയുമ്പോൾ 4/3/2 എന്ന് വെച്ചാൽ എന്താണ്? 4 + 3/2 ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മിശ്ര ഭിന്നത്തിന്റെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുഴുവനായിട്ട് 4 ഉണ്ട്, പിന്നെ ഒരു 3/2 കൂടി ഉണ്ട്. ഇതാണ് എന്ത്? മിശ്ര ഭിന്നത്തിന്റെ ഫോം. ആ പ്ലസ് അവിടെ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കണം. ഇവിടെ നമ്മൾ ഇടില്ല, പക്ഷെ അത് പ്ലസ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഭിന്നസംഖ്യകൾ മിശ്ര ഭിന്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 4/3/2 + 3 1/5 എങ്ങനെയാണ് കൂട്ടുക? ആദ്യം പൂർണ്ണമായിട്ട് കിടക്കുന്ന രണ്ട് സംഖ്യകളില്ലേ, അത് രണ്ടും കൂടെ കൂട്ടുക. അതായത് 4ഉം 3ഉം 4ഉം 3ഉം കൂടെ കൂട്ടി എത്രയാണ്? 7. അത് നമ്മൾ ആദ്യം കൂട്ടി എഴുതാം. അതിനുശേഷം ഈ 3/2ഉം 1/5 കൂടെ കൂട്ടുക. 3/2 + 1/5 ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? 7 ഇവിടെ തന്നെയുണ്ട്. 3/2ഉം 1/5 കൂടെ കൂട്ടുക. സാധാരണ ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 3 15 പ്ലസ് ഒരു 2 2 ഡിവൈഡഡ് ബൈ 5 2 10. അപ്പോൾ 7 15 2 കൂടെ കൂട്ടിയാൽ 17 ഡിവൈഡഡ് ബൈ 10. 7 17/10 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ് രണ്ട് മിശ്രഭിന്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ മുഴുവനായിട്ടും കിടക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ ആദ്യം കൂട്ടുക, അതിനുശേഷം രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കുക. ഇവിടെ 5 + 8 2/3. ഇവിടെ എന്താണ്? ഒരു മിശ്രഭിന്നവും ഒരു സാധാരണ സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ പൂർണ്ണമായി കിടക്കുന്ന രണ്ട് സംഖ്യകളില്ലേ, അത് തമ്മിൽ കൂട്ടുക. 8 5 13. ബാക്കി 2/3 ഉള്ളത് അതുപോലെ തന്നെ എടുത്തെഴുതുക. വളരെ ഈസി അല്ലേ? അടുത്തത് നോക്കുക. ഇവിടെ എങ്ങനെയാണ്? 6 1/4 + 7 ആണ്. ഇവിടെ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ട് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 7 6 13. ഇവിടെ 1/4 ഉള്ളത് അതുപോലെ എടുത്തെഴുതുക. വളരെ ഈസി അല്ലേ? ഇനി ഈ ടൈപ്പിലുള്ള ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. 2 1/4 + 1 4/3 ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് നമ്മൾ കൂട്ടുക? രണ്ട് പൂർണ്ണസംഖ്യകൾ തമ്മിൽ കൂട്ടുക. 2ഉം 1ഉം കൂടെ കൂട്ടി എത്രയാണ്? 3 ആണ്. ഇനി എന്ത് ചെയ്യുക? ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുക. അതായത് 1/4 + 4/3 ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ 3 ഇവിടെ ഉണ്ട്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 3 3 3 പ്ലസ് അല്ലേ? 3 + 4 4 16 ഡിവൈഡഡ് ബൈ 4 3 12 ചെയ്യുമ്പോൾ 3 16 3 19/2 എന്ന് നമുക്ക് കിട്ടി. 3 19/2. മനസ്സിലായല്ലോ? രണ്ട് മിശ്രഭിന്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ മുഴുവനായി കിടക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ ആദ്യം കൂട്ടാം, ദെൻ ഭിന്നസംഖ്യകൾ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി എഴുതുക. ഇവിടെ ഒരു പൂർണ്ണസംഖ്യയും ഒരു മിശ്രഭിന്നവും ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ രണ്ട് പൂർണ്ണസംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതുക. ബാക്കിയുള്ള ഒരു ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് മിശ്രഭിന്നങ്ങൾ തമ്മിൽ കൂട്ടുന്നത്. ഇനി നമുക്ക് കുറയ്ക്കുന്നത് നോക്കാം. ഇവിടെ നോക്കുക. നമ്മൾ നേരത്തെ എങ്ങനെയാണോ കൂട്ടിയത് അതേപോലെ തന്നെയാണ് കുറയ്ക്കുന്നത്. ഇവിടെ 8 4/6 -2 അല്ലേ? ഒരു മിശ്രഭിന്നവും ഒരു സാധാരണ ഭിന്നവുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കുറയ്ക്കുക? ആദ്യം ഈ പൂർണ്ണസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. 8ൽ നിന്ന് 2 കുറയ്ക്കുക. നമ്മൾ നേരത്തെ കൂട്ടുമ്പോൾ എങ്ങനെയാണ് ചെയ്തത്? പൂർണ്ണസംഖ്യകൾ തമ്മിൽ കൂട്ടല്ലേ? അതുപോലെ 8ഉം 2ഉം 8ൽ നിന്ന് 2 പോയി എത്രയാണ്? 6. അത് കുറച്ചെഴുതി ബാക്കിയുള്ള ഈ ഭിന്നം 4/6 അതുപോലെ തന്നെ എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ? സാധാരണ സംഖ്യകൾ തമ്മിൽ ആദ്യം കുറച്ചെഴുതാം, ഭിന്നസംഖ്യ ബാക്കിയുള്ളത് അതുപോലെ എടുത്തെഴുതാം. അടുത്തത് നോക്കുക. 8 3/2 -6 1/3. ഇവിടെ രണ്ട് മിശ്രഭിന്നങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം രണ്ട് സാധാരണ സംഖ്യകൾ തമ്മിൽ കുറച്ചെഴുതാം. 8ൽ നിന്ന് 6 പോയി എത്രയാണ്? 2 ആണ് അല്ലേ? ഇനി എന്ത് ചെയ്യുക? 3/2 -1/3 ചെയ്യാം.
3/2 മൈനസ് ആയതുകൊണ്ട് -1/3. എങ്ങനെയാണ് കുറയ്ക്കുക? 2 ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഭിന്നസംഖ്യകൾ നമ്മൾ കുറയ്ക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ പോലെ 3 × 3 9. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഭിന്നസംഖ്യയുടെ ആദ്യത്തെ ക്ലാസ് കാണാം കേട്ടോ. 3 × 3 9 മൈനസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 3 × 2 6. ഓക്കെ, അപ്പോൾ 2 9ൽ നിന്ന് 2 പോയി എത്രയാണ്? 7/6. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് മിശ്രഭിന്നങ്ങൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? സാധാരണ സംഖ്യകൾ തമ്മിൽ കുറച്ച് എഴുതുക, ദെൻ ഭിന്നസംഖ്യകൾ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറച്ച് എഴുതുക. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഒരു സാധാരണ സംഖ്യയും ഒരു മിശ്രഭിന്നമാണെങ്കിലോ ഈ സാധാരണ സംഖ്യ തമ്മിൽ കുറച്ച് എഴുതാം, ബാക്കിയുള്ള ഭിന്നസംഖ്യ അതുപോലെ തന്നെ എടുത്തെഴുതുക. ഓക്കെ, ഇനി നമുക്ക് മിശ്രഭിന്നങ്ങളുടെ ഗുണനം നോക്കാം. ഇവിടെ നോക്കുക, മിശ്രഭിന്നങ്ങൾ തമ്മിൽ ഗുണിക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്. മിശ്രഭിന്നങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എങ്ങനെയാണ് ഒരു മിശ്രഭിന്നത്തെ സാധാരണ ഒരു ഭിന്നസംഖ്യയാക്കി എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ സാധാരണ ഭിന്നസംഖ്യ ആക്കിയതിന് ശേഷം ഗുണിച്ചെഴുതുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 3 1/4 സാധാരണ ഭിന്നസംഖ്യ ആക്കാൻ എന്താണ് ചെയ്യുക? 4 ഛേദം അതുപോലെ എഴുതുക. മുകളിൽ എന്താണ് വരിക? 4 × 3 12. 12നോട് 1 കൂട്ടുമ്പോൾ 13. അതെങ്ങനെയാണ് മിശ്രഭിന്നം സാധാരണ ഭിന്നമാക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ വ്യക്തമായിട്ട് കണ്ടുപഠിക്കുക. ഓക്കെ, അപ്പോൾ 4 അതുപോലെ എഴുതി. 4 × 3 12 + 1 13. അപ്പോൾ 13/4 ഇൻറ്റു ഇതിനെ അതുപോലെ എഴുതുക. എങ്ങനെയാണ്? 2 താഴെയുണ്ട്, മുകളിൽ എന്ത് വരും? 2 × 4 8. 8 + 1 എന്താണ്? 9. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ സാധാരണ ഭിന്നമാക്കി. ഇനി എന്ത് ചെയ്യുക? ഇത് തമ്മിൽ ഗുണിച്ചെഴുതിയാൽ മതി, ആൻസറായി. അപ്പോൾ 13 × 9 ചെയ്യാം. 13 × 9 ചെയ്യുമ്പോൾ 3 9 27, 2 ഒരു 9 9 2 11 അല്ലേ? 117 എന്ന് വന്നു. ഡിവൈഡഡ് ബൈ 4 × 2 എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ സാധാരണ സംഖ്യകൾ എങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യ ഗുണിക്കുക? മുകളിലെ അംശങ്ങൾ തമ്മിൽ ഗുണിച്ചെഴുതി, താഴത്തെ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചെഴുതി. 117/8 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കുക, 2 1/3 ഇൻറ്റു 3 2/5. എന്ത് ചെയ്യണം? ഇതിനാദ്യം സാധാരണ ഭിന്നാക്കി മാറ്റുക. മാറ്റുമ്പോൾ എന്ത് പറ്റും? 3 അവിടെ തന്നെ ഉണ്ട് താഴെ, മുകളിൽ എന്ത് വരും? 3 2 6 1 7 ഇൻറ്റു ഇവിടെ എന്താണ്? 5 താഴെയുണ്ട്, മുകളിൽ 5 3 15 2 17. ഇനി ഇത് തമ്മിൽ ഗുണിച്ചെഴുതുമ്പോൾ 17 × 7 എത്രയാണ്? 17 × 7 7 7 49 9 4 ഒരു 7 7 4 11 119 ഡിവൈഡഡ് ബൈ 3 × 5 എത്രയാണ്? 15. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മിശ്രഭിന്നങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ മിശ്രഭിന്നത്തെ ആദ്യം സാധാരണ ഭിന്നമാക്കുക, അതിനുശേഷം സാധാരണ ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നത് പോലെ അംശവും കൂടെ ഗുണിച്ചെഴുതുക, ഛേദവും കൂടെ ഗുണിച്ചെഴുതുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മിശ്രഭിന്നത്തിന്റെ ഹരണം നോക്കാം. ഇവിടെ നോക്കുക, 9 1/3 ഹരിക്കണം 3 2/5. എങ്ങനെയാണ് മിശ്രഭിന്നങ്ങൾ തമ്മിൽ ഹരിക്കുക? നമ്മൾ ഗുണിക്കുമ്പോൾ ചെയ്തതുപോലെ ആദ്യം മിശ്രഭിന്നത്തെ സാധാരണ ഭിന്നമാക്കിയിട്ട് എഴുതുക. എങ്ങനെയാണ് എഴുതുക? ആദ്യം 3നെ അതുപോലെ എഴുതി, മുകളിൽ 3 9 27, 27ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 28, 28/3 എന്ന് കിട്ടി. ഇനി അടുത്തത് ഹരിക്കണം. ഇതിനെന്താക്കുക? താഴെ 5 എഴുതി, മുകളിൽ എന്ത് വരും? 5 3 15, 15ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 17, അപ്പോൾ 17/5. അപ്പോൾ 28 ഹരിക്കണം 28/3 ഹരിക്കണം 17/5. ഇപ്പം എന്ത് ഫോമിലായി? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുന്ന ഫോമിലായി, മിശ്രഭിന്നം പോയിട്ടല്ലേ? അപ്പോൾ ഈ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. എങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കുക? ആദ്യത്തെ ഭിന്നസംഖ്യയെ അതുപോലെ എഴുതുക, എന്നിട്ട് ഗുണിക്കുക. എന്തുകൊണ്ട് ഗുണിക്കുക? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം, അതായത് രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് 17/5 എന്നുള്ളതിനെ 5/17 എന്ന് എഴുതിയിട്ട് ഗുണിക്കുക. അപ്പോൾ എന്തായി? നമ്മുടെ ആൻസറായി. ഓക്കെ, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതുക, എന്നിട്ട് രണ്ടാമത്തേതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഗുണിക്കാം. 28 × 5 എത്രയാണ്? 8 5 40 അല്ലേ? 40ന് 0, 4 ബാലൻസ് ഉണ്ട്. 5 2 10, 4 ബാലൻസും കൂടെ കൂട്ടുമ്പോൾ 14, 140 ഡിവൈഡഡ് ബൈ 13 × 7, 7 3 21ന് 1, 2 ശിഷ്ടം, ഒരു 3 3ഉം 2 5ഉം കൂടെ വരും. അപ്പോൾ 140 ഡിവൈഡഡ് ബൈ 51 എന്നുള്ളതാണ് നമ്മുടെ
ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് മിശ്രഭിന്നങ്ങൾ തമ്മിൽ ഹരിക്കുന്നത്. ആദ്യം നമ്മൾ സാധാരണ ഭിന്നമാക്കി മാറ്റുക, അതിനുശേഷം ഒരു ഭിന്നസംഖ്യ എങ്ങനെയാണോ ഹരിക്കുന്നത് അല്ലേ, ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതി അതിനെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് മിശ്രഭിന്നങ്ങൾ തമ്മിൽ കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, ഗുണിക്കുന്നത്, ഹരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ മിശ്രഭിന്നം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്